30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം. സിനിമയുടെ വിസ്മയ കാഴ്ചകളുമായി രാജ്യാന്തര ചലച്ചിത്രോത്സവം 3ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ലോക സിനിമയുടെ പൾസറിയാൻ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം. 2ാം ദിനത്തിലെ പ്രദർശനങ്ങൾ ലോകോത്തര ചിത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. 2025 കാനിൽ തിളങ്ങിയ ദ മിസ്റ്റീരിയസ് ഗേസ് ഓഫ് ദി ഫ്ലമിംഗോ, ജർമ്മൻ ടർക്കിഷ് ചലച്ചിത്രകാരൻ ഫാത്തിക് അക്കിൻ സംവിധാനം ചെയ്ത അമ്രും എന്നിവയടക്കം 2ാം ദിനമായ ശനിയാഴ്ച 72 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ചലച്ചിത്ര വിദ്യാർത്ഥികൾ, നിരൂപകർ, സാധാരണ പ്രേക്ഷകർ എന്നിവരുടെ പങ്കാളിത്തം 2ാം ദിനം മുതൽ തന്നെ ഉയർന്നു. മിക്ക തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടന്നത്. പ്രദർശനങ്ങൾക്ക് ശേഷം സിനിമയുടെ രാഷ്ട്രീയം, സൗന്ദര്യശാസ്ത്രം എന്നിവ ചർച്ച ചെയ്യുന്ന സംവാദവേദികൾ സജീവമായിരുന്നു. സിനിമയുടെ സാംസ്കാരിക കൈമാറ്റം സാധ്യമാക്കുന്ന ഇത്തരം ചർച്ചകൾക്ക് വേദിയാകാൻ മേളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂ തിയേറ്ററിൽ ഇന്നലെ പ്രദർശിപ്പിച്ച ജിയോ ബേബിയുടെ എബ്ബ് എന്ന ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത്. IFFKയിൽ തൻ്റെ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് അഭിമാനവും സന്തോഷവുമുള്ള കാര്യമാണെന്ന് സംവിധായകൻ ജിയോ ബേബി അഭിപ്രായപ്പെട്ടു. വ്യക്തിപരമായി തൻ്റെ സിനിമ കാഴ്ചപ്പാടുകളെ ഒക്കെ മാറ്റിയ ഒരിടം കൂടെയാണ് IFFK. നമ്മുടെ ചിന്തകളെ റീഡിസൈൻ ചെയ്യാനും നമ്മൾ എത്രത്തോളം മെച്ചപ്പെടണം എന്നൊക്കെ സ്വയം ഓർമ്മിപ്പിക്കാനും IFFK ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും സഹായിക്കുന്നുണ്ടെന്നും ജിയോ ബേബി പറഞ്ഞു. നമസ്കാരം, ഞാൻ ജിയോ ബേബി 30ാമത് IFFK വേദിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള എബ്ബ് എന്ന് പറയുന്ന സിനിമ മലയാള സിനിമ ടുഡേ കാറ്റഗറി വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. 13-നും 16-നും 17-നുമാണ് സിനിമകളുടെ ഷോകളുള്ളത്. IFFK എന്ന് പറയുന്നത് വ്യക്തിപരമായി എൻ്റെ സിനിമ കാഴ്ചപ്പാടുകളെ വളരെ പോസിറ്റീവായി മാറ്റിമറിച്ചിട്ടുള്ള ഒരു വേദിയാണ്. അപ്പം IFFKയിൽ നമ്മുടെ ഒരു സിനിമ കാണിക്കാൻ പറ്റുക എന്നത് വലിയ അഭിമാനകരമായ കാര്യമാണ്. ഇനി അതിനൊക്കെ അപ്പുറത്ത് IFFK അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ചലച്ചിത്ര പ്രേമി അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ വല്ലാത്ത അനുഭവം തന്നെയാണ്. അപ്പോൾ നമ്മളെ ചിന്തകളെ റീഡിസൈൻ ചെയ്യാനും നമ്മൾ എത്രത്തോളം മെച്ചപ്പെടണം എന്നൊക്കെ സ്വയം ഓർമ്മിപ്പിക്കാനും ഒക്കെ IFFK ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. എബ്ബ് എന്ന് പറഞ്ഞ സിനിമ ദിവ്യപ്രഭ, ജിതിൻ പുത്തഞ്ചേരി ഒക്കെ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. എബ്ബ് പറയുന്നത് സ്നേഹബന്ധങ്ങൾ മനുഷ്യർക്കുണ്ടാക്കുന്ന ആകുലതകളെ പറ്റിയിട്ടാണ്. എബ്ബിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച ദിവ്യപ്രഭ. ഹായ്, ഞാൻ ദിവ്യപ്രഭ. ഇവിടെ IFFKയിൽ ജിയോ ബേബി സംവിധാനം ചെയ്ത എബ്ബ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് എല്ലാവർക്കും വേറെ ഒരു ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര റെലവന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പം ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള നല്ല റിവ്യൂസും റെസ്പോൺസും കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും 2 ഷോസും കൂടെ ഉണ്ട്. മത്സര വിഭാഗത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ദി ഐവി. ഈ ചിത്രത്തിന്റെ പ്രദർശനത്തിന് ശേഷം ഡെലിഗേറ്റുകളുടെയും നിരൂപകരുടെയും ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമാണ്. എൻ്റെ പേര് അഷ്റഫ്, കാസർഗോഡ് ജില്ലയിലാണ്. വർഷങ്ങളായി IFFKക്ക് വരുന്ന ഒരാളാണ്. കുറച്ച് വർഷമായിട്ടുള്ളൊരു ഇടവേള കഴിഞ്ഞിട്ടാണ് ഇപ്രാവശ്യത്തെ ഫെസ്റ്റിവലിന് വരുന്നത്. ഇന്നാണ് ആദ്യത്തെ സിനിമ കണ്ടത്. രാവിലെ കണ്ട സിനിമ ഇവിടെ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ പെടുന്ന സിനിമയാണ്. ഇക്വഡോറിൻ്റെ ഐവി എന്ന് പറയുന്ന സിനിമ ലാറ്റിൻ അമേരിക്കൻ സിനിമയാണ്. അന ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു വനിതാ സംവിധായികയാണ് ആ സിനിമ ചെയ്തത്. വളരെ ലോലമായി നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയാണ്. നമ്മളെ വളരെ വൈകാരികമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥ. 13 വയസ്സിൽ അമ്മയായ ഒരു ജിംനാസ്റ്റിസ്റ്റ്, അവർ ആ പ്രായത്തിൽ അവിടെ ദേശീയ ചാമ്പ്യനൊക്കെ ആയിരുന്നു. പക്ഷേ സ്വന്തം കോച്ചിൽ നിന്ന് ഗർഭം ധരിച്ച് ആ കുട്ടിയെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതവരെ വൈകാരികമായി തകർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, അതായത് അവരുടെ 30ാമത്തെ വയസ്സിൽ ആ കുട്ടിയെ അവർ കണ്ടുമുട്ടുന്ന അതാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഉറുഗ്വേ, ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിച്ച സ്പാനിഷ് ഭാഷാ ചിത്രം കെമാദുര ചീനയുടെ ഏഷ്യൻ പ്രീമിയർ ചലച്ചിത്രമേളയിലെ വിവ എൽ സിനി ലാറ്റിൻ അമേരിക്കൻ ഫിലിം വിഭാഗത്തിൽ നടന്നു. Willy quiere que nos cosamos. ¿Está bien? Odio este lado. Nos abandonaste. Todos los abandonan. ¡Ali! ¿Qué parte no entendés? ¿Qué pasa? ¡No sabés! ¡No sos! ¿Crees que le diga a tu madre que te venga a buscar? No. 2022 വെറും 11 ദിവസം കൊണ്ടാണ് ചിത്രം ഉറുഗ്വേയിൽ ചിത്രീകരിച്ചതെന്ന് സംവിധായികയും
ഉറുഗ്വേ സ്വദേശിനിയുമായ വെറോനിക്ക മീറ്റ് ദ ഡയറക്ടറിൽ പറഞ്ഞു. Hi, my name is Veronica Perrota. I am from Uruguay. I am presenting Quemadura China, that is co-production with Brazil, Uruguay in Brazil. And this is our Asian premiere. We've been in Brazil in the Belo Horizonte Festival and we won Best Film there. This is my first direction alone. And I'm very excited to be in Kerala for the first time and to be here. It's a very well-known festival. Everybody talks about my friends or a lot of people that I know the festival. Were very glad for me to be here. This movie, because it's a very little movie, and this is a huge opportunity for us to show and to share it with Indian and other colleagues from around the world. So I hope you like the movie. ചലച്ചിത്രമേളയ്ക്ക് എത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം മേളയുടെ പശ്ചാത്തലം വൃത്തിയായി സൂക്ഷിക്കുന്ന ഗ്രീൻ പ്രോട്ടോകോൾ വോളണ്ടിയർമാരും സജീവമാണ്. 55ഓളം വോളണ്ടിയർമാർ ടാഗോർ, കലാഭവൻ, കൈരളി, നിശാഗന്ധി ഉൾപ്പെടെയുള്ള പല തിയേറ്ററുകളിലായി ഡ്യൂട്ടിയിലുണ്ട്. എന്റെ പേര് ദുർഗ. ഞാൻ NSS വോളണ്ടിയർ ആണ്. MG കോളേജിലെ സ്റ്റുഡന്റ് ആണ്. ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ ഇവിടെ ഇതിനു വേണ്ടിയാണ്. IFFKയുടെ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് തന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഡസ്റ്റ്ബിൻ ഇടാതെ തന്നെ അവർ ചിലപ്പോൾ കയറി പോകുമ്പോഴേക്ക് വേസ്റ്റ് വലിച്ചെറിയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് കാണുമ്പോഴേക്കും അതുകൊണ്ട് ഡസ്റ്റ്ബിനിലാക്കി ഒരു വൃത്തിയാക്കി വെക്കണം. അതായത് ഇവിടെ എങ്ങനെയാണോ കിടന്നത് അതുപോലെ കിടക്കണം. കലോത്സവത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡ്യൂട്ടി ആ സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് അറസ്റ്റ് ആണ് ചെയ്തത്. അതായത് കുപ്പിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് 10 രൂപ അവരെ നിന്ന് മേടിച്ചിട്ട് അവർ അവിടെ കൊണ്ട് കളയാതെ തിരിച്ചു കൊണ്ട് കൈ തന്നു കഴിഞ്ഞാൽ ആ 10 രൂപ അവർക്ക് തിരിച്ചു കൊടുക്കും. ഇവിടെ പക്ഷേ പ്ലാസ്റ്റിക് അറസ്റ്റ് നമുക്ക് പറ്റത്തില്ല. കുറെ പേരില്ലേ, അതുപോലെ നൈറ്റ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് വലിച്ചെറിയുന്ന പറക്കി ഡസ്റ്റ്ബിനിൽ ഇടുന്ന അത്രേ ഉള്ളൂ. ചലച്ചിത്രമേളയിലെ പൊതുവായ ക്രമീകരണങ്ങൾ തൃപ്തികരമാണെങ്കിലും ബുക്കിംഗ് സംവിധാനം സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകൾ പ്രതിനിധികൾ പങ്കുവയ്ക്കുന്നു. ബുക്കിംഗ് ആരംഭിക്കുന്ന കൃത്യം 8 മണിയോടുകൂടി തന്നെ സിനിമയുടെ സീറ്റുകൾ പൂർണ്ണമായി നിറയാറുണ്ട്. എങ്കിലും റിസർവ് ചെയ്യാത്തവർക്ക് ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ സാധിക്കുന്നത് നല്ലൊരു കാര്യമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. മേളയുടെ സംഘാടനവും നടത്തിപ്പും സുഗമമാക്കാൻ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണമാണെന്ന് കേരള ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആശ തോമസ് അഭിപ്രായപ്പെട്ടു. പ്രദർശനങ്ങൾക്കപ്പുറം മേളയുടെ സംവാദവേദികളും സജീവമാണ്. ടാഗോർ തിയേറ്ററിൽ നടന്ന ഓപ്പൺ ഫോറം ചർച്ചയിൽ പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും നിരൂപകരും പങ്കെടുത്തു. ചലച്ചിത്രമേളയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന സിനി ബ്ലഡ് പദ്ധതിക്കും നാഷണൽ ലെവലിൽ തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സിനി ബ്ലഡ് കോർഡിനേറ്റർ അനീഷ് MS. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന സിനി ബ്ലഡ് പദ്ധതി നാഷണൽ ലെവലിൽ തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഇനി വരുന്ന മേളകളിലും ഉണ്ടാകുമെന്നതാണ്. കേരള പോലീസ് ഇന്ന് പോൾ ബ്ലഡ് എന്ന പദ്ധതി മുഖേന കേരളത്തിലെ 206ഓളം രക്തബാങ്കുകളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ രക്തദാന ക്യാമ്പുകളും അതുപോലെ തന്നെ മറ്റ് രക്തദാന പ്രവർത്തനങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2028 കേരളത്തെ സമ്പൂർണ്ണ സന്നദ്ധ രക്തദാന സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള പോലീസ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ സിനി ബ്ലഡ് എന്ന പദ്ധതി ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി വരുമ്പോൾ ജനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ ഇതിന്റെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഫിലിം ഫെസ്റ്റിവലിനെ വളരെ സീരിയസ് ആയ സമീപനത്തോടെ കാണുന്നവരാണ് പലരും. IFFKയിൽ കണ്ട ആദ്യ ചിത്രമായ മരിയാനാസ് റൂം കേവലം ഒരു സിനിമ എന്നതിലുപരി സാമൂഹ്യ സങ്കീർണതകളുടെയും അധികാര രാഷ്ട്രീയത്തിന്റെയും ആഴത്തിലുള്ള ഒരു പഠനമാണെന്നും ലതീഷ് പറഞ്ഞു. 4 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുള്ളൂ. ഇതിനെ ഈ കണ്ടത് ആദ്യത്തെ ദിവസ ഷോ തന്നെ എന്ന് പറഞ്ഞാൽ മരിയാനാസ് റൂം എന്ന് പറയുന്ന ഫിംഗലിന്റെ പടമായിരുന്നു. ഇത് ഒരു ഉക്രൈനിയൻ ജീവിച്ചു പോയ ജൂസിന്റെ പടമാണ്. മീൻസ് അവരെ സംബന്ധിച്ചുള്ള സംഗതിയാണ്. ആ കഥ എല്ലാവർക്കും അറിയുമായിരിക്കും. അതിൻ്റെ അകത്ത് പ്രോസ്റ്റിറ്റ്യൂഷൻ ഹാപ്പൻ ടു ബി പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മരിയാനയുടെ കൈകളിലേക്ക് ഒരു കുട്ടി എത്തപ്പെടുന്നതാണ്. പിന്നെ അവൻ്റെ സെർച്ചാണ്. ഇവർ തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബന്ധത്തിൻ്റെ എപ്പോഴും ബന്ധങ്ങളെ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ സാമൂഹ്യ ചുറ്റുപാടുകളാണ്. അതിന് ഏജിൻ്റെയോ ഘടകങ്ങൾ പോലും ഇല്ലാതെ വരുന്ന വിധത്തിൽ നിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള ഒപ്രഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പം അതിന് ശരിക്കും നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ കാഴ്ചപ്പാട് നിങ്ങൾക്ക് പുറത്താൻ കഴിയും. അതിന് പോലും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ സമീപനങ്ങളെയോ പെർസ്പെക്റ്റീവിനെയോ പെർസെപ്ഷനെയോ പോലും മാറ്റിക്കളയുന്ന വിധത്തിലാണ് നിങ്ങളുടെ സങ്കീർണമായ ചുറ്റുപാടുകൾ എന്നുള്ളതാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ സ്വന്തം കൂട്ടുകാരിയുടെയോ അല്ലെങ്കിൽ അതേ ഏജ് ഗ്രൂപ്പിലുള്ളയോ ആയിട്ടുള്ള ഒരു മാതാവ് ഏൽപ്പിച്ചു പോകുന്ന ഒരു കുട്ടിയുമായിട്ടുള്ള അവളുടെ റിലേഷൻഷിപ്പ് തന്നെ വേറെ തരത്തിലുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ സമയത്ത് ജർമ്മൻസിൻ്റെ ആക്രമണമാണ് അവിടെ ഉണ്ടാകുന്നത്.
ജർമ്മൻ ആക്രമണം ഒരു ജൂതക്കുട്ടിയാണ്. ഈ ജൂതക്കുട്ടിയെ രക്ഷിക്കുക എന്ന് പറയുന്നത് സങ്കീർണമായൊരു പ്രക്രിയയാണ്. അതിനകത്തൂടെ അവനെ ക്ലോസറ്റിലൊക്കെ കൊണ്ട് അവൻ ജീവിച്ചിട്ട് അവസാനം ഇവളെ തന്നെ തിരക്കി നടക്കുന്നത്. അവൾക്ക് മറ്റൊരാശ്രയമില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സങ്കീർണത ഉള്ളത്. അപ്പോൾ എല്ലാവരും ചേർന്ന് അതിനകത്ത് തന്നെ ജർമ്മൻസ് തന്നെയാണ് ഈ കുട്ടിയെ രക്ഷിക്കാനും ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നവർ അതേ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നിങ്ങളെ കൊല്ലേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട് അതിനകത്ത്. ബിക്കോസ് സാമാന്യമായി ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് മറ്റൊരാളെ കൊല്ലേണ്ട ആവശ്യം വരുന്നില്ല. അധികാരമാണ് ഇവിടുത്തെ പ്രശ്നം, അധികാരത്തിന്റെ സങ്കീർണതകൾ. അതിനെങ്ങനെ പറയേണ്ടത്? സാധാരണ മനുഷ്യർ പരസ്പരം രക്ഷിക്കാൻ ശ്രമിക്കും, അവർക്ക് റേസ് പ്രശ്നമല്ല എന്നുള്ളതും കൂടിയാണ് അതിനകത്ത് വരുന്നത്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗഹൃദം പുതുക്കാനും വർഷങ്ങൾക്ക് ശേഷമുള്ള അപ്രതീക്ഷിത കൂടിക്കാഴ്ചയുടെ സന്തോഷം പങ്കിടാനും ആസ്വാദകരെത്തിയതോടെ തലസ്ഥാന നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു ഫെസ്റ്റിവൽ മൂഡിലായി. ഇനിയുള്ള ഒരാഴ്ച പരമാവധി ലോക ചിത്രങ്ങൾ കണ്ടു തീർക്കാനുള്ള ഒരുക്കത്തിലാണ് സിനിമാ പ്രേമികൾ. ഇന്നത്തെ സിനിമകളിൽ ഏറ്റവും പ്രധാന ആകർഷണം നിശാഗന്ധിയിലെ മിഡ് നൈറ്റ് സ്ക്രീനിംഗ് ആണ്. സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത വിഖ്യാത ചിത്രം ജോസ് രാത്രി 12 മണിക്ക് പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ ഇറാനിലെ ശക്തമായ സാമൂഹിക പ്രമേയം ചർച്ച ചെയ്യുന്ന ഇറാനിയൻ ന്യൂ വേവിലെ പ്രമുഖ സംവിധായകൻ ജാഫർ പനാഹി സംവിധാനം ചെയ്ത ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് രാത്രി 9 മണിക്ക് നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. ലോക സിനിമയിലെ ക്ലാസിക്കുകൾക്ക് ഇന്ന് നിള തിയേറ്റർ വേദിയാകും. രാവിലെ 11:45 ആഫ്രിക്കൻ സിനിമാ രംഗത്തെ വിഖ്യാത സംവിധായകൻ അബ്ദുറഹ്മാൻ സിസ്സാക്കോയുടെ പ്രശംസ നേടിയ ചിത്രം ടിംബുക്തു പ്രദർശിപ്പിക്കും. പോളിഷ് ഇതിഹാസം ക്രിസ്റ്റോഫ് കിയേസ്ലോവിസ്കിയുടെ ക്ലാസിക് ചിത്രം ബ്ലൈൻഡ് ചാൻസ് രാത്രി 8:30 ഷാജി എൻ കരുണിന്റെ വിഖ്യാത മലയാള ചിത്രമായ വാനപ്രസ്ഥം വൈകിട്ട് 5:30 പ്രദർശിപ്പിക്കും. ഈജിപ്ഷ്യൻ സിനിമയിലെ മാന്ത്രികൻ യൂസഫ് ഷഹീൻ സംവിധാനം ചെയ്ത ക്ലാസിക് ചിത്രം കെയ്റോ സ്റ്റേഷൻ വൈകിട്ട് 6 മണിക്ക് ന്യൂ 2 തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രശസ്ത സംവിധായകൻ ഡേവിഡ് ലിഞ്ച് ഒരുക്കിയ നിയോ നോയർ ചിത്രമായ ബ്ലൂ വെൽവെറ്റ് ന്യൂ 1 തിയേറ്ററിൽ പ്രദർശനത്തിനുണ്ട്. മലയാള സിനിമ ഇന്ന് വിഭാഗത്തിൽ നിന്നും മത്സര വിഭാഗത്തിൽ നിന്നുമുള്ള ചിത്രങ്ങൾ VK ജോസ് സംവിധാനം ചെയ്ത പുതിയ മലയാള ചിത്രം സമസ്ത ലോക കൈരളിയിൽ വൈകിട്ട് 6 മണിക്ക് പ്രദർശിപ്പിക്കും. ശ്രീ തിയേറ്ററിൽ രാവിലെ 11:30 മലയാള സിനിമ ഇന്ന് വിഭാഗത്തിലെ ശ്രദ്ധേയ ചിത്രം അന്യരുടെ ആകാശങ്ങൾ പ്രദർശനത്തിനുണ്ട്. വിശ്വപ്രസിദ്ധ സംവിധായകൻ വെർണർ ഹോർസോഗിന്റെ ഐതിഹാസിക ചിത്രമായ അഗ്വിറെ റാത്ത് ഓഫ് ഗോഡ് ഏരീസ് പ്ലക്സ് 4 വൈകിട്ട് 6 മണിക്ക് പ്രദർശിപ്പിക്കും. 16-ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് പര്യവേഷകന്റെ ഭ്രാന്തമായ യാത്രയാണ് ഈ ചിത്രം. ഋത്വിക് ഘട്ടക്കിന്റെ ക്ലാസിക് ചിത്രം സുവർണരേഖ രാത്രി 8 മണിക്ക് ന്യൂ 2 പ്രദർശനത്തിനുണ്ട്. വിവിധ ലോക ചിത്രങ്ങൾ, ചർച്ചകൾ, ക്ലാസിക്കുകൾ എന്നിവയുടെ സമ്മിശ്രണം ഒരുക്കിയ ചലച്ചിത്രോത്സവം വരും ദിവസങ്ങളിലും കൂടുതൽ കാഴ്ചാനുഭവങ്ങളും ആഴത്തിലുള്ള സിനിമാ അനുഭവങ്ങളും സമ്മാനിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഡെലിഗേറ്റുകൾ. മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.